അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് ഇന്ന് കർണാടകയിലെ പുത്തൂരിലാണ്. പുത്തൂരിലെ കർണപ്പാടി അജ്ജലെ ഇരിക്കി. ഒരുപാട് പ്രയാസങ്ങളുമായി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളിപ്പാൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 7 ഫാത്തിഹ, മഹാന്മാരുടെ പേരിൽ ഒരു 7 ഫാത്തിഹ ഓതി, 7 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി, 7 സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് ഓതി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ളുഹാൻ്റെ സമയത്താണ്, ളുഹാ നിസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അള്ളാഹു നീ സ്വീകരിക്കണേ അള്ളാഹ്. ഈ സമയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് വല്ലുഹാ വല്ലയിൽ ഈ സമയത്ത് തൊട്ട് അള്ളാഹു സത്യം ചെയ്തു. അള്ളാഹു ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ഇബാദത്ത് ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ഉമ്മമാർ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് മക്കൾ വിളിച്ചിട്ടുണ്ട്. ഇന്നൊക്കെ ഒരുപാട് പരീക്ഷകളുണ്ട്, അതിലൊക്കെ വിജയിക്കാൻ വേണ്ടി ഒരുപാട് പേര് വസീത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മളെ പൊന്നുമക്കളെ അള്ളാഹു ഉന്നത മാർക്കോടുകൂടി അള്ളാഹു വിജയിപ്പിക്കട്ടെ. SSLC പരീക്ഷ വരാൻ പോവുകയാണ്, മറ്റു ക്ലാസ്സുകളിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മൾ മക്കൾക്ക് വിജയം നൽകട്ടെ. നമ്മളെ മക്കളിലൂടെ അള്ളാഹു സന്തോഷവും സമാധാനം അള്ളാഹു നൽകട്ടെ. വരും ദിവസം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് വാർത്തകൾ കേട്ടില്ലേ? ഒരു പൊന്നും മോനെ മാതാപിതാക്കളെ, സഹോദരങ്ങളൊക്കെ, വല്യപ്പാനി വല്യമ്മാനൊക്കെ ഒന്നു. അള്ളാഹു അങ്ങനത്തെ മക്കളാക്കാതിരിക്കട്ടെ. ലഹരികൾക്ക് അടിമപ്പെട്ട് അതുവരെ എത്തി. ഇപ്പോൾ സ്വന്തം ഉമ്മാനെന്ത് പ്രസവിച്ച ഉമ്മാനെ വരെ ചുറ്റുകൾ കൊണ്ട് അടിച്ചു വന്നു. 20 വെട്ടാണല്ലേ. അള്ളാഹു ഇത് ഞങ്ങൾ മക്കൾ നീക്കാക്കണേ അള്ളാഹ്. ലഹരി സുലഭമായി ലഭിക്കുന്ന കാലഘട്ടമാണ്. MDMനൊക്കെ അടിമപ്പെട്ട് ഉറക്കമില്ലാതെ പക കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറും, പിന്നെ ദേഷ്യമാണ്. അള്ളാഹു നമ്മ മക്കളിലൂടെ നമുക്ക് സന്തോഷവും സമാധാനം നൽകട്ടെ. എൻ്റെ മക്കൾക്ക് SSLC പരീക്ഷയാണ്. ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് അള്ളാഹു മക്കൾക്ക് ഫാത്തിഹയിലേക്ക് കിടക്കണം. എല്ലാവരും ഓതണം. അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് വിഷമമുള്ളവരാണ്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഒരു ഉമ്മ വിളിച്ചു, മകന് ത്വലാഖ് ചൊല്ലി വിദേശത്താവുമ്പോൾ. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ആ മോളെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. മസാല ചോദിച്ചു വിളിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ ഉസ്താദുമാർ ചെന്നിട്ട് കിതാബ് അറിയുന്ന ഓതിയവർ അവരെ ചൊല്ലാൻ പറഞ്ഞു. അവരോട് ചോദിച്ച് വിഷയങ്ങൾ, ചിലരൊക്കെ പല അഭിപ്രായങ്ങൾ കണ്ടു. വിദേശത്തായിരുന്നല്ലോ, നേരിട്ട് ചൊല്ലിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഫിത്നത്തൊട്ട് അല്ലാഹു കാക്കട്ടെ. ഇപ്പം സ്നേഹങ്ങൾ, ഭർത്താവിന് ഭാര്യയുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ദേഷ്യമാണ് അല്ലേ? ഭാര്യമാരോട്, മക്കളോട്, കൂട്ടുകുടുംബം ദേഷ്യമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആമീൻ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളിലൂടെ, മാതാപിതാക്കളിലൂടെ, ഭർത്താവിലൂടെ, ഭാര്യയിലൂടെ അള്ളാഹു സന്തോഷവും സമാധാനം എല്ലാം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാ ഹദ്റത്ത് റൂഹി സയ്യിദനാ വശഫീഅനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. وإلى حضرة روح أصحاب البدر رضي الله عنهم حاضروا يا حاضروا حاضروا يا حاضروا حاضروا يا حاضروا أصحاب البدر مرحبا. الفاتحة. أعوذ بالله الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. وإلى حضرة روح أصحاب الكهف رضي الله عنهم حاضروا يا حاضروا حاضروا يا حاضروا أصحاب الكهف مرحبا مرحبا. الفاتحة.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة روحي لقمان الحكيم തങ്ങൾ റളിയല്ലാഹു അൻഹു وإلى حضرة روحي ആസഫ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ അലൈഹിസ്സലാം ഇസ്രാഫീൽ അലൈഹിസ്സലാം അസ്റായീൽ അലൈഹിസ്സലാം മുൻകർ അലൈഹിസ്സലാം നക്കീർ അലൈഹിസ്സലാം അതീദ് അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാം റിദ്വാൻ അലൈഹിസ്സലാം കുല്ലു മലായികതീങ്ങൾക്ക് അജ്മഈൻ അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة روح حضرة النبي عليه السلام وإلى حضرة روح عيسى نبي عليه السلام وإلى حضرة روح سليمان نبي عليه السلام حضرة روح داود عليه السلام وإلى حضرة روح يونس نبي عليه السلام وإلى حضرة يوسف نبي عليه السلام وإلى حضرة موسى نبي عليه السلام وإلى حضرة يعقوب نبي عليه السلام أيوب نبي عليه السلام شعب نبي عليه السلام وإلى حضرة إبراهيم نبي عليه السلام وإلى حضرة إسماعيل نبي عليه السلام وإلى حضرة كل من بيا حاضروا يا حاضروا حاضروا يا حاضروا هذا المجلس الحاضر هذا البيت الحاضر الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة روح الشيخ محي الدين عبد القادر جيلاني قدس الله سره العزيز وإلى حضرة أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة أجمير خواجة معين الدين الجيش الأجميري قدس الله سره العزيز وإلى حضرة إبراهيم بادشاه يروادي قدس الله سره العزيز وإلى حضرة يروادي الشهداء رضي الله عنهم وإلى حضرة متبيت أبابا وإلى حضرة داور أبابا وإلى حضرة يمبغند ويران أولي أبابا وإلى حضرة يود جركم صوفي أبابا وإلى حضرة ناتقل ولي الله أبابا وإلى حضرة പാറമല ഉപ്പാപ്പ وإلى حضرة മമ്പ്രം സൈദലി തങ്ങളുപ്പാപ്പ وإلى حضرة വെളിയങ്കോട് ഉമർക്കാദി തങ്ങളുപ്പാപ്പ وإلى حضرة CM വലിയുള്ളാഹിൽ മടൂരി പാപ്പ وإلى حضرة കൊടുവള്ളി കിഴക്കോത്തുപ്പാപ്പ وإلى حضرة ഒടുങ്ങാഘാട്ടിലെ പാപ്പ وإلى حضرة താമരശ്ശേരി ചുരമുപ്പാപ്പ وإلى حضرة വാരാമ്പറ്റ ഉപ്പാപ്പ وإلى حضرة سيد أحمد جلال الدين البخاري കാട്ടിത്തറ ഉപ്പാപ്പ وإلى حضرة മാലിക് ദീനാർ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു وإلى حضرة ഉള്ളാളം തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഹാദിറു യാ ഹാദിറു ഹാദിറു യാ ഹാദിറു ഹാദൽ മജ്ലിസുൽ ഹാദിറു ഹാദൽ ബൈത്തുൽ ഹാദിറു വൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة مرحوم سيد ആറ്റക്കോയ തങ്ങൾ പാപ്പ وإلى حضرة مرحوم سيد മുത്തുക്കോയ തങ്ങൾ പാപ്പ وإلى حضرة مرحوم سيد കോഞ്ഞിക്കോയ തങ്ങൾ പാപ്പ وإلى حضرة حضرت مرحوم سيد PMS പൂക്കോയ തങ്ങൾ പാപ്പ وإلى حضرت سيدة بي കുഞ്ഞ് ബീവി ഉമ്മ وإلى حضرت سيدة ആറ്റ ബീവി ഉമ്മ مرحبا مرحبا وإلى حضرت سائر الأنبياء والأولياء والصالحين والصالحين رضوان الله تعالى كلهم أجمعين حاضروا يا حاضروا هذا المجلس الحاضر هذا البيت الحاضر والفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين
അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തിൽ ഞങ്ങൾ വിളിച്ച മഹാന്മാരെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹു അവരെ ദർജയെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാ, ഞങ്ങൾ വെച്ച മഹാന്മാരെ, ഞങ്ങൾ വെച്ച അമ്പിയാക്കളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, ആരിഫീങ്ങളെ, മുത്തഖീങ്ങളെ, മുഖ്ലിസീങ്ങളെ, സജ്ജനങ്ങളെ മദത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സജ്ജനങ്ങളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ നീ പങ്കു ചേർക്കണേ അല്ലാ. അവരോടൊപ്പം കൂട്ടുകൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ ആരിഫീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 7 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. ഒരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ അള്ളാഹു നൽകുന്നത് 6 ലക്ഷം പ്രതിഫലമാണ്. അപ്പോൾ നമ്മൾ ഈ 7 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ ലക്ഷോപലക്ഷം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയ പ്രതിഫലമാണ് പ്രതിഫലം അള്ളാഹു നൽകുന്നത്. സ്വലാത്ത് കൊണ്ടല്ലാതെ പ്രയാസങ്ങൾ നീങ്ങൂലാണ്. എല്ലാ കാര്യങ്ങൾക്കും നീയത്ത് വേണം. സ്വലാത്തിന് നീയത്ത് വേണം. പരിഹസിച്ച് ചൊല്ലിയാലും കളിയാക്കി ചൊല്ലിയാലും ആരെങ്കിലും കാണാൻ വേണ്ടി ചൊല്ലിയാലും പതുക്കെ ചൊല്ലിയാലും ഉറക്കെ ചൊല്ലിയാലും അള്ളാഹു പ്രതിഫലം തരും. അല്ലേ? തങ്ങളിപ്പോൾ നമ്മളെ കൊണ്ടൊക്കെ ഒരുപാട് ലക്ഷോപലക്ഷം, തങ്ങളിപ്പാനെ കൊണ്ടൊക്കെ ലക്ഷോപലക്ഷം സ്വലാത്തുൽ ഫാത്തിഹ അള്ളാഹുവിൻ്റെ ദർബാറിൽ നിത്യവും എത്തുന്നുണ്ട്. ഞാൻ വീടില്ലാത്തവരൊക്കെ വിളിക്കുമ്പോൾ അവരോടൊക്കെ നമ്മൾ പറയും 1,00,000 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാനാണ് ഞാൻ പറയും. അതുകൊണ്ട് പലരും എന്നെ വിളിക്കാറില്ല. ഞാൻ ചൊല്ലാനാണ് കൊടുക്കാറില്ല. ഒരുപാട് പേർക്ക് ചൊല്ലാൻ കൊടുക്കാറും ഒരുപാട് പേർക്ക് സ്ഥലവും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു ഉമ്മ വിളിച്ചിരുന്നു. 1.5 ലക്ഷം രൂപയുടെ ഫോണ് അവരെ വന്ന് വെച്ചു. ഗൾഫിലെത്തുമ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടാണ് വിളിച്ചു. അവരെന്നെ വിളിച്ചു. ഞാൻ ചൊല്ലാനത് കൊടുത്തു. ഇന്നത്തെ ഫതിൽ അതാണ്. അൽഹംദുലില്ലാ 1.5 ലക്ഷം രൂപയുടെ ഫോണുകൾ കിട്ടി. 1 രൂപയായാലും ഒരുപാട് പേർക്ക് സ്വർണ്ണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൊല്ലാൻ കൊടുക്കുന്ന നിങ്ങൾ ആത്മാർത്ഥത ചൊല്ലിയാൽ നിങ്ങൾക്ക് അള്ളാഹു ഫതിൽ തരും. അത് നിങ്ങളുടെ ആത്മാർത്ഥതയാണ്. നമ്മൾ നാവുകൊണ്ടൊക്കെ എന്തെങ്കിലും നിങ്ങളത് ചൊല്ലണം, ചൊല്ലണം. പിന്നെ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. പലരും ആമീൻ പറയാനില്ല. അള്ളാഹു ഹിദർ നബിയുടെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തുൽ ഫാത്തിൻ്റെ മഹത്വം കൊണ്ട്, യാസീൻ്റെയൊക്കെ പൂരിശ് കൊണ്ട് നിങ്ങൾ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ എന്ന് പറയുമ്പോൾ ആൾക്കാർ അങ്ങനെയാ പറയാം. അപ്പോൾ ആമീൻ പറയാനുള്ള മനസ്സാർക്കുമില്ല. ആമീൻ പറഞ്ഞവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കണം. കാരണം നിങ്ങൾ ആമീൻ്റെ പ്രതിഫലമാണ്, നമ്മളെ മഹത്വമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരണം നമ്മൾ ചൊല്ലുമ്പോൾ പറയുമ്പോൾ അതിന് പ്രതികരണം ഉണ്ടോ, അതുമാതിരി ആയിരിക്കും നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തരിക, അതിന് മഹത്വം തരിക. അള്ളാഹു സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ ഫضൽ പറയാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരുപാട് പേര് വന്ന് കാണാറുണ്ട്. നമ്മളെ കൊണ്ട് ചൊല്ലാൻ അല്ലെ പറയുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ഫضൽ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവാണ് കൊടുക്കുന്നത്, നമ്മളല്ല. നമ്മൾ നിമിത്തമാണ്. നമ്മളെ കൊണ്ട് ഇന്നത് ചൊല്ലിക്കോളി, ഇന്നത് തകൾപ്പാൻ്റെ ഇജാസത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത്. ആ ഇജാസത്തോട് അള്ളാഹു നമ്മളെ കൊണ്ട് അറിയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ചൊല്ലാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതുപോലെയൂടെ അവർക്ക് അള്ളാഹു റഹ്മത്തും ബർക്കത്തും കൊടുക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഫضൽ പറയാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവരും പ്രയാസം, പലരും കടങ്ങൾ കൊണ്ട് എവിടെ പോയാലും കടങ്ങളാണ്. ഇപ്പോൾ ഈ കർണാടക ജില്ലയിൽ വന്നപ്പോൾ ഉള്ള ഇവരെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല നമുക്ക്. ആൾക്കാർ ചോദിച്ചപ്പോൾ എല്ലാവരും വാടക വീട്ടിലാണ്. നമ്മൾ ഇത്ര ചിലവിന് ഒരു ഇത്ര രൂപ കയ്യിൽ പിടിച്ചോളെന്ന് പറയുമ്പോൾ അതുവരെ ഇല്ലാതെ ബീഡി കെട്ടിയിട്ടാണ് അല്ലേ ഇവിടെ പല ഉമ്മമാർ ബീഡി നമ്മളവിടേക്ക് വരുന്ന ബീഡിയൊക്കെ അത് ഇവർ ഇങ്ങനെ കെട്ടിക്കൂട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ പലർക്കും ഒക്കെ പ്രയാസമാണ്, കടങ്ങളാണ്, വീടില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ ഒരു തന്നെ വിദ്യാഭ്യാസം കുറവാണ് അല്ലേ, പഠിപ്പിക്കാൻ ഒരു ഇതില്ല, മക്കളെ പഠിപ്പിക്കാൻ ഒരു പ്രയാസമുള്ള ചിലപ്പോൾ സാഹചര്യം മറ്റേ ചിലവ് ബാധിച്ച ചിലവുണ്ടായിരിക്കാം. മക്കളെ പഠിപ്പിക്കും 10 കഴിഞ്ഞാലും നിർത്തി, 8 കഴിഞ്ഞാൽ 9 കഴിഞ്ഞാലും ഇവരെ നിർത്തി. പെൺമക്കളൊക്കെ ഇന്നലെ ഒരുപാട് പെൺമക്കളൊക്കെ വന്നിരുന്നു. 10 കഴിഞ്ഞാൽ കല്യാണം ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. എത്ര വരെ പഠിച്ചു ചോദിച്ചു? 10 വരെ, അല്ലെങ്കിൽ +2 വരെ. നമ്മളവിടുത്തെ ആൾക്കാർക്കാണ് പഠിക്കാൻ കേരളത്തിലൊക്കെ الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാഹ് എല്ലാവിധ ഫിത്നയെ തൊട്ടും ഫസാദിനെ തൊട്ടും അല്ലാഹ് സിഹറിനെ തൊട്ടും കണ്ണേറിനെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും നീ ഫضل പറയാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാഹ് സൂറത്ത് നാസ് ഓതണം എല്ലാവരും 7 പ്രാവശ്യം ഓതുക അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാഹ് എല്ലാവിധ ഫിത്നയിൽ നിന്നും എല്ലാവിധ ഫസാദിൽ നിന്നും എല്ലാവിധ ശർറിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് എല്ലാ മേഖലയിലും നീ ഖൈറും ബറക്കത്തും നിഅമത്തും റാഹത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാഹ് 33 ദിക്ർ ചൊല്ലണം بسم الله الرحمن الرحيم جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാഹ് അല്ലാഹു അഫ്ളലുൽ ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിക്റാണ് ഞങ്ങൾ ചൊല്ലിയതല്ലാഹ് ഈമാനിൻ്റെ ഭാഗമായിട്ടുള്ള ദിക്റാണല്ലാഹ് ഈമാൻ നിലനിർത്തണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ്
ഈമാനിന് ഭംഗം വരുത്തുന്ന, കേടുപാടുകൾ വരുത്തുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളിൽ നിന്ന് വരുത്തല്ല അല്ലാ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. അല്ലാ മുസ്ലിമായി ജീവിപ്പിക്കണേ അല്ലാ. മരിക്കുന്നവരെ മുസ്ലിമായി ജീവിപ്പിക്കണേ അല്ലാ. അല്ലാ മരണസമയത്ത് ഈമാൻ നൽകണേ അല്ലാ. അസൂയുള്ളവന്റെ കണ്ണിൽ നിന്നും, സിഹറുകാരന്റെ കൂടോത്രങ്ങളിൽ നിന്നും, ശത്രുവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നമ്മളെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? ഇൻഷാ അല്ലാ നമ്മളൊരു നല്ലൊരു വീട് കിട്ടിയാൽ, നല്ലൊരു ബന്ധങ്ങൾ വന്നാൽ, നല്ല ജോലി കിട്ടിയാൽ അസൂയപ്പെടുന്നവരാണ് പലരും. ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അള്ളാഹു എല്ലാവിധ സിദ്ധിയത്തോടും അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ഒരു 11 ഇസ്തിഗ്ഫാർ. ഒരുപാട് തെറ്റ് ചെയ്തവരാണ് നമ്മൾ, ഒരുപാട് തെറ്റ് ചെയ്തവരാണ്. നോക്കിലും അല്ലെങ്കിൽ പ്രവൃത്തിയിലും ചിന്തയിലൊക്കെ തെറ്റാണ്. ഒരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ തരാത്ത ഒരു പ്രയാസമില്ല. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ തീരാത്തൊരു പ്രയാസമില്ല. സൂറത്തുൻ നൂഹിലൂടെ അള്ളാഹു ഇത്ര വാഗ്ദാനങ്ങൾ. എനിക്ക് മഴ വേണോ, വെള്ളം വേണോ, മക്കൾ വേണോ, സമ്പത്ത് വേണോ, ദുനിയാവ് വേണോ, ആഖിറം വേണോ? അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ റസൂൽ 70 അതിലധികമോ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു. നമ്മൾക്ക് എത്ര ചൊല്ലണം? അതുകൊണ്ട് എപ്പോഴും ഒരു 10 ലക്ഷം ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ 10 ലക്ഷം നിയ്യത്ത് വെക്കാം. എല്ലാം ചൊല്ലിയാൽ മതി. നാവിൽ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹല്ലദീം ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു 11 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക. അള്ളാഹുവെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, മറ്റുള്ളവരുടെ അനുഗ്രഹം അസൂയപ്പെട്ടവരാണ്, മറ്റുള്ളവർക്ക് നന്മ ലഭിച്ചപ്പോൾ ഒരുപാട് നമ്മൾ പ്രയാസപ്പെട്ടു. എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് കൊടുത്തല്ലോ, അള്ളാഹ് എനിക്ക് തന്നില്ല, അങ്ങനെ വിഷമിച്ചവരാണ് നമ്മൾ. അവർക്ക് കൊടുത്തു അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് നൽകണേ നമ്മൾ പറഞ്ഞില്ല. അള്ളാഹു നമ്മളെ മനസ്സൊക്കെ നല്ല രീതിയിലുള്ള മനസ്സാക്കി തരട്ടെ. നല്ലത് ചിന്തിക്കാനുള്ള മനസ്സും അല്ലെങ്കിൽ നല്ലത് ആഗ്രഹിക്കാനുള്ള മനസ്സൊക്കെ അള്ളാഹു നൽകട്ടെ. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിലാണ് നമ്മളെ കണ്ണ് അല്ലേ? അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ദുആ ചെയ്യണം. ഇങ്ങനെ പിടിക്കട്ടെ, കൈ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ കാണിച്ചത്. നമ്മൾ ഇങ്ങനെ പിടിച്ചു, താത്തി കൊടുന്നു. ഇനി ഇവിടെ മടിയിലാണ് നമ്മളെ കൈ. എല്ലാം നിയ്യത്ത് വെച്ചല്ലോ. ബ്ലീഡിങ് ആണെങ്കിലും, അസുഖങ്ങളാണെങ്കിലും, കടങ്ങളാണെങ്കിലും, മക്കളെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, കല്യാണക്കാര്യം, അല്ലെങ്കിൽ വീടിൻ്റെ കാര്യം, എല്ലാം നിയ്യത്ത് വെച്ചോളി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ പറയണം. നിങ്ങളൊരു ആമീൻ മതി. എല്ലാവരും ഒരുപാട് പേര് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നുണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു നമ്മൾ ദുആഇൻ്റെ, നമ്മൾ ആമീൻ്റെ ഫദിലും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم اوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة سيدنا وشفيعنا مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم اجمع بيننا وبينهم في دار جناتك الفردوس مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين.
അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആരിഫീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. അല്ലാ കള്ളിന്റെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും മയക്കുമരുന്നിന്റെയും മൊബൈലിന്റെയും പ്രേമത്തിന്റെയും ഫിത്ന ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ഭർത്താവിനെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യയെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ. പലരും കള്ളിന് അടിമയാണല്ല, കഞ്ചാവിന് അടിമയാണല്ല. ഞങ്ങളെ മക്കളിലൂടെ ഞങ്ങൾക്ക് കുളിർമ നൽകണേ അല്ലാ. റബ്ബന ഹബ്ലന അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളെ മക്കളിലൂടെ, ഞങ്ങളെ ഭർത്താവിലൂടെ, ഞങ്ങളെ മാതാപിതാക്കളിലൂടെ, ഞങ്ങൾ ഭാര്യമാരിലൂടെ ഞങ്ങൾക്ക് കുളിർമ നൽകണേ അല്ലാ. ആ മക്കളിലൂടെ ഞങ്ങൾക്ക് റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാ ഞങ്ങളെ മക്കളിലൂടെ ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളെ മക്കളെ വായിൽ നിന്ന് ചീത്തയേക്കുന്ന മാതാപിതാക്കളാക്കല്ലേ അല്ലാ. അല്ലാ മക്കൾ ഉപദ്രവിക്കുന്ന മാതാപിതാക്കളാക്കല്ലേ അല്ലാ. മക്കളെ കയ്യിൽ നിന്ന് അടിവേടിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഒരുമ്മ കൊടുവള്ളിയിൽ വന്നിരുന്നല്ല, മകന്റെ അടിയേറ്റിട്ടുള്ള ചെവിയുടെ കർണപ്പടം പൊട്ടിപ്പോയല്ല, ചെവിന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയല്ല. അങ്ങനത്തെ മക്കളിൽ ഞങ്ങളെ മക്കളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അങ്ങനത്തെ മക്കളാക്കല്ലേ അല്ലാ. അങ്ങനത്തെ മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ മക്കൾ അങ്ങനത്തെ മക്കളാക്കല്ലേ അല്ലാ. ഇന്നല്ലാഹുവേ വരും അല്ലാഹുവേ കാലഘട്ടങ്ങൾ മോശമായി കൊണ്ടിരിക്കുന്നല്ല. അല്ലാഹുവേ ഇന്നലെ ഒരു കുഞ്ഞുമോൻ 5 പേരെ കൊന്നവരാണല്ലാ. പാൽ അല്ലാഹുവേ മുലപ്പാല് കൊടുത്ത ഉമ്മാനെ 20ഓളം ചുറ്റിക്കൊണ്ട് അടിച്ച മോനാണല്ലാ. അങ്ങനത്തെ മക്കളാക്കല്ലേ അല്ലാ. അങ്ങനത്തെ മക്കളാക്കല്ലേ അല്ലാ. ആരൊക്കെയാണോ അതിൽപ്പെട്ടതല്ല അവർക്കെല്ലാം ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. മക്കളെ കൈകൊണ്ട് മരണപ്പെട്ടവർക്കെല്ലാം ഷഹീദിന്റെ കൂലി കൊടുക്കണേ അവർക്കെല്ലാം സ്വർഗം കൊടുക്കണേ അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ലേ അള്ളാഹു ഞങ്ങളെ മക്കളിലൂടെ റാഹത്ത് നൽകണേ സന്തോഷ വാർത്ത അറിയിക്കണേ അള്ളാഹു ഞങ്ങളെ മക്കൾക്ക് നീ ഹൈറായ ജോലി നൽകണേ ഞങ്ങളെ മക്കൾ ഞങ്ങളെ ഭർത്താവിന് നീ ഹൈറായ ജോലി നൽകണേ റാഹത്തുള്ള ശമ്പളം നൽകണേ സന്തോഷമുള്ള ജീവിതം അവരോടൊപ്പം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അവർക്ക് ഹൈറായ ജോലിയും റാഹത്തുള്ള ശമ്പളം നീ കൊടുക്കണേ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് നീ ഹൈറായ വീട് നൽകണേ വർഷങ്ങളായി ഞങ്ങൾ വാടക വീട്ടിലാണല്ല. ഞങ്ങൾ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാണല്ല. ഒരു കാലത്ത് ഞങ്ങളല്ല സൗഭാഗ്യത്തോടെ സ്വന്തമായ വീട്ടിൽ ജീവിച്ചവരാണല്ല. ഇപ്പോൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട അതെല്ലാം വിറ്റ് ഞങ്ങൾ വാടക വീട്ടിലാണല്ല. ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണല്ല. വാടക പോലും കൊടുക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണല്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നു പോകുന്നതല്ല. അവസ്ഥയിൽ ഞങ്ങൾ മോചനം നൽകണേ ഹൈറായ ശമ്പളം നൽകണേ ഹൈറായ ഹലാലായ സാമ്പത്തികം നൽകണേ ഹൈറായ വീട് നൽകണേ പലരുടെയും വീട് പണി പകുതിയിലാക്കിയിട്ടുണ്ടല്ല. മറ്റു പല കാരണങ്ങളാൽ സമ്പത്തിന്റെ കാരണത്താൽ മറ്റു പല കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുന്നുണ്ടല്ല. അത് എത്രയും പെട്ടെന്ന് തീർത്തല്ല റാഹത്തോടെ അതിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ സ്വന്തമായ ഒരു വീട് ഞങ്ങളുടെ സ്വപ്നമാണല്ല. ഞങ്ങളെ മക്കളോടൊപ്പം ഞങ്ങളെ മാതാപിതാക്കളോടൊപ്പം ഭർത്താവിനോടൊപ്പം ഭാര്യമാരോടൊപ്പം സ്വന്തമായൊരു വീട്ടിൽ ജീവിക്കാൻ ഞങ്ങൾ ഭാഗ്യം നൽകണേ ഉള്ള വീട്ടിൽ നീ ബറക്കത്ത് നൽകണേ ഉള്ള വീട്ടിൽ നീ റാഹത്ത് നൽകണേ ഉള്ള വീട്ടിൽ നീ ഖൈർ നൽകണേ ഉള്ള വീട്ടിൽ നീ നിഅമത്ത് നൽകണേ ഉള്ള വീട്ടിൽ എല്ലാ മേഖലയിലും നീ റാഹത്ത് നൽകണേ ഞങ്ങൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല. ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫയാക്കണേ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ മരുന്ന് കുടിച്ചാൽ മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ ഞങ്ങൾ ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല. ഞങ്ങൾ പ്രഷർ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല. തൈറോയ്ഡ് കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല. തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല. കണ്ണു കാണാൻ കഴിയാതെ, ചെവി കേൾക്കാൻ കഴിയാതെ, ശ്വസിക്കാൻ കഴിയാതെ, മൂക്കിൽ ദശയുള്ളത് കൊണ്ടല്ല, അലർജി ഉള്ളത് കൊണ്ടല്ല, നാവിൽ പുണ്ടുള്ളത് കൊണ്ടല്ല, സംസാരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ല. നെഞ്ചുവേദന അനുഭവിക്കുന്നവരുണ്ടല്ല. വയറുവേദന അനുഭവിക്കുന്നവരുണ്ടല്ല. വയറ്റിൽ മുഴുവുള്ളവരുണ്ടല്ല. കൈകാൽ കുഴഞ്ഞവരുണ്ടല്ല. കൈകാൽ വേദനയുള്ളവരുണ്ടല്ല. കാലിലും
ശരീരത്തിൽ നീര് വന്നവരുണ്ടല്ല, ശരീരഭാഗങ്ങളിൽ ചൊറിച്ചുള്ളവരുണ്ടല്ല, ശരീരഭാഗങ്ങളിൽ മുറിവ് പറ്റിയവരുണ്ടല്ല, ആമാശയ സംബന്ധമായ രോഗമുള്ളവരുണ്ടല്ല, അള്ളാഹുവെ പൈൽസ് കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല, അള്ളാഹുവെ മൂത്രാശയമായ സംബന്ധമായ രോഗമുള്ളവരുണ്ടല്ല, അള്ളാഹുവെ കിഡ്നിയിൽ കല്ലുള്ളവരുണ്ടല്ല, അള്ളാഹുവെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടല്ല, അള്ളാഹുവെ ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നവരാണല്ല. ഞങ്ങൾ കാലുവേദനയുള്ളവരുണ്ടല്ല, കൈവേദന ഉള്ളവരുണ്ടല്ല, നടക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ടല്ല, ഇരിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ടല്ല, കടക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ടല്ല. ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും നീ മരുന്ന് കൊണ്ട് ശിഫ നൽകണേ അല്ല, സ്വലാത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ല, തേന് കൊണ്ട് ശിഫയാക്കണേ അല്ല, മന്ത്രി ചൂതിക്കൊണ്ട് കണ്ണേറ് ബാത്തിലാക്കിക്കൊണ്ട് ശിഫ നൽകണേ അല്ല, എല്ലാ മേഖലയും നീ റാഹത്ത് നൽകണേ അല്ല, എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ല. മരുന്ന് കുടിച്ചാൽ മാറാത്തൊരു രോഗവും നൽകല്ലേ അല്ല, കുടിക്കുന്ന മരുന്നിൽ നീ ശിഫ നൽകണേ അല്ല, മന്ത്രിച്ചൂതിയ തേനിലും മന്ത്രിച്ചൂതി കുടിക്കുന്ന വെള്ളത്തിലും നീ ശിഫ നൽകണേ അല്ല. ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ല, ഞങ്ങളുടെ ശരീരാവയങ്ങൾ കീറി മുറിക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ല. നീ തന്ന രോഗം നീ തന്നെ ശിഫയാക്കണേ അല്ല. ഞങ്ങളെ സമ്പത്തിനെ കുറക്കുന്ന, ഞങ്ങളെ ആയുസ്സിനെ കുറക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ല. ഉള്ള രോഗം നീ ശിഫയാക്കണേ അല്ല, ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ല, ട്യൂമറിനെ തൊട്ട് കാക്കണേ അല്ല, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ല. ഞങ്ങൾ ചെയ്തു പോയ ദോഷത്തിന്റെ ഫലമായി മാറാ രോഗങ്ങൾ നൽകല്ലേ അല്ല, തീരാ കടങ്ങൾ നൽകല്ലേ അല്ല. ഞങ്ങൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല, എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥയിലാണല്ല, ബർക്കത്തില്ലാത്ത സമ്പത്താണല്ല കയ്യിലുള്ളതല്ല. ഞങ്ങൾ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ല. ഞങ്ങളെ മക്കളെ സമ്പാദ്യത്തിലൂടെ റാഹത്തോടെ ജീവിക്കാൻ, ഞങ്ങൾ ഭർത്താവിന്റെ സമ്പത്തിലൂടെ റാഹത്തോടെ ജീവിക്കാൻ, ഞങ്ങളെ സഹോദരങ്ങളുടെ സമ്പത്തിലൂടെ റാഹത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല. മരണം വരെ സാമ്പത്തികമായി പ്രയാസങ്ങൾ നൽകല്ലേ അല്ല. കടക്കാരായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ല, കടക്കാരായിക്കൊണ്ട് ഞങ്ങളെ നീ ജീവിപ്പിക്കല്ലേ അല്ല. ഉള്ള സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ല. ഞങ്ങളെ ആധാരങ്ങളെ ബാങ്കിലാണ്, ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണല്ല. അത് ഞങ്ങളെ മക്കളിലൂടെ, ഞങ്ങളെ ഭർത്താവിലൂടെ, അവരുടെ ജോലിയിലൂടെ ആ സമ്പത്ത് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല. പലരും സമ്പത്ത് വെക്കാൻ വെച്ചിട്ടുണ്ടല്ല, ഞങ്ങളെ സ്ഥലങ്ങൾ വെക്കാൻ വെച്ചിട്ടുണ്ടല്ല, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ഞങ്ങളെ വീടുകൾ വെക്കാൻ വെച്ചിട്ടുണ്ടല്ല. അതാണ് ഞങ്ങൾക്ക് ഹൈറാക്കിയതെങ്കിൽ ഹൈറായ വിലയിൽ, റാഹത്തുള്ള വിലയിൽ വിറ്റ് നൽകണേ അല്ല. വർഷങ്ങളായി കടങ്ങൾ വീട്ടാൻ വേണ്ടി ഞങ്ങൾ സ്ഥലങ്ങൾ വെക്കാൻ വെച്ചിട്ടുണ്ടല്ല. എല്ലാ തടസ്സങ്ങളും നീ മാറ്റിക്കൊണ്ടല്ല, എല്ലാ തടസ്സങ്ങളും നീ മാറ്റിക്കൊണ്ടല്ല. ജപ്തിയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ല. ആകെയുള്ള സമ്പത്താണല്ല, ഞങ്ങളിത് നഷ്ടപ്പെടുത്ത അല്ല. ഉള്ള സമ്പത്തിലും ഉള്ള ജോലിയിലും ഉള്ള മക്കളിലും നീ ബറക്കത്ത് നൽകണേ അല്ല. ഞങ്ങളെ വീട്ടിൽ നീ ഐക്യം നൽകണേ അല്ല. ഞങ്ങളെ വീട്ടിൽ നീ ഒത്തൊരുമ നൽകണേ അല്ല. പരസ്പരം സന്തോഷത്തോടെ ഐക്യത്തോടെ സലാം പറഞ്ഞല്ല ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല. ഞങ്ങളോട് പലരും മിണ്ടാതെ നടക്കുന്നുണ്ടല്ല, അവരോട് സലാം പറയാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ തരണേ അല്ല. റമളാനാണ് വരുന്നതല്ല, ആരോടും തെറ്റി നടക്കാതെ എല്ലാവരോടും സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല. പലരും ഞങ്ങളോട് തെറ്റിയിട്ടുണ്ടല്ല, ഞങ്ങളോട് മിണ്ടാതെ നടക്കുന്നുണ്ടല്ല, അവരോട് പോയി സലാം പറയാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ല. അല്ലെങ്കിൽ അവർക്ക് ഞങ്ങളോട് വന്ന് സലാം പറയാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ല. അവർക്കും നീ കൊടുക്കണേ അല്ല. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ല. റമളാനാണ് ഞങ്ങൾക്ക് വരുന്നതല്ല. കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സും ആഗ്രഹവും സമയവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളല്ല റമളാനിലേക്ക് നീ ബാക്കി വെപ്പിക്കല്ല അല്ലാ. റമളാനിലേക്ക് നീ ബാക്കി വെക്കിക്കല്ല അല്ലാ. റമളാനോടുകൂടെ എല്ലാ ദോഷവും നീ ബാത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ, അവസാനത്തെ റജബാക്കല്ലേ അല്ലാ, അവസാനത്തെ ശഅബാനാക്കല്ലേ അല്ലാ. ഒരുപാട് അല്ലാഹു ഹൈറായ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ജീവിതകാലം അത്രയും സന്തോഷത്തോടെ സമാധാനത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് സഹോദരിമാര് ഒരുപാട് സഹോദരന്മാര് വിവാഹപ്രായം എത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങളെ മക്കൾക്ക് നീ വിവാഹപ്രായം എത്തിയിട്ടുണ്ടല്ലോ. ഹൈറായ ഇണത്തുണകളെ നൽകണേ അല്ലാ. റാഹത്തുള്ള മരുമക്കളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കുന്ന മരുമക്കളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളിലൂടെ ഞങ്ങളെ മരുമക്കളിലൂടെ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാര് ഗർഭിണികളാണല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. സ്വാലിഹായ സ്വാലിഹത്തായ മക്കളെ നീ കൊടുക്കണേ അല്ലാ. ആണായാലും പെൺമായാലും
ഇരുകൈകൾ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണല്ല. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ല. സ്വാലിഹും സ്വാലിഹത്തുമായ മക്കൾ നീ കൊടുക്കണേ അല്ല. ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല. ആൺമക്കളായാലും പെൺമക്കളായാലും ഇരുകൈകൾ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണല്ല. ആൺമക്കളെ വേണ്ടവർക്ക് നീ ആൺമക്കളെ കൊടുക്കണേ അല്ല. പെൺമക്കളെ വേണ്ടവർക്ക് നീ പെൺമക്കളെ കൊടുക്കണേ അല്ല. ഉള്ള മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ല. അല്ലാ, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ല. ചൂട് കൂടി കൂടി വരികയാണല്ല. ഞങ്ങളെ കിണറുകളിലെ വെള്ളം വറ്റി വരുന്നുണ്ടല്ല. അല്ലാ, ഞങ്ങൾക്ക് ഹൈറായ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളെ കിണറുകളിൽ വെള്ളം നിലനിർത്തണേ അല്ലാ. മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാതെ അല്ലാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഇതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സുന്ദരമായി കിണറിൽ നീ വെള്ളം നൽകണേ അല്ലാ. വീട്ടിലേക്ക് വഴിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ല. അല്ലാ, ഞങ്ങൾ അയൽവാസികൾക്ക് വഴി വിട്ടു തരാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാ. പൈസ കൊടുക്കാതെ തന്നെ വഴി വിട്ടു തരാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിലേക്ക് വഴി നൽകണേ അല്ലാ. ഒരുപാട് പേര് കേസുകളിൽപ്പെട്ടിട്ടുണ്ടല്ല. വിജയം നൽകണേ അല്ലാ. ഇത് ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. കേസിലകപ്പെട്ട് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ നീ വരുത്തല്ലേ അല്ലാ. ഒരുപാട് പേര് ജയിലിലാണ്, മോചനം നൽകണേ അല്ലാ. ഒരുപാട് പേര് ജയിലിലാണ്, മോചനം നൽകണേ അല്ലാ. ഒരുപാട് പേര് ജയിലിലാണ്, മോചനം നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ. ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാ. മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാ. നല്ലത് ഏതാണ് ചെയ്തല്ല, തെറ്റേതാണ് തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തിയും വിവേകവും ഞങ്ങളെ മക്കൾക്ക് നീ കൊടുക്കണേ അല്ലാ. ആ മക്കളിലൂടെ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ പലരും ഖബറിലാണല്ല. ഒരുപാട് പേര് ഞങ്ങൾ മാതാപിതാക്കൾ, ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങളെ ബന്ധുമിത്രാദികൾ ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തന്നവർ, അല്ലാഹു ഞങ്ങൾക്ക് നന്മ വേണമെന്ന് ആഗ്രഹിച്ചവർ അല്ലാ, ഒരുപാട് പേര് ഖബറിലാണല്ല. അവർ ആണ്ടാണല്ല. നാളെയും മറ്റന്നാളും ഇന്നുമൊക്കെ അല്ലാഹുവേ അവരെ ഖബർ നീ സുഖപൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഖബർ നീ വിശാലത നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ പേരിൽ ചെയ്യുന്ന നന്മകൾക്കെല്ലാം ഇരട്ടി പ്രതിഫലം നീ നൽകണേ അല്ലാ. അവരെ പേരിൽ ചെയ്യുന്ന എല്ലാ സൽക്രമവും അവരെ തടസ്സവും കൂടാതെ അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളില്ലാതെ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാ, സിഹ്ർ കൊണ്ടോ കണ്ണേറ് കൊണ്ടോ പിരാക്ക് കൊണ്ടോ ശാപവാക്കുകൾ കൊണ്ടോ ശൈത്വാനിയത്തിന്റെ ഷെർ കൊണ്ടോ ശത്രുവിന്റെ ഉപദ്രവം കൊണ്ടോ ഞങ്ങൾ വല്ല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാ, ഈ ദുആയിൽ പങ്കെടുത്തതിന്റെ ബർക്കത്തും എല്ലാ പ്രയാസങ്ങളെയും നീ ബാത്തിലാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ ബാത്തിലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ. ഹൈറായ മാർക്ക് ഞങ്ങൾ മക്കൾക്ക് നൽകണേ അല്ലാ. പലർക്കും പേടിയാണല്ലാ. പേടിയില്ലാതെ അല്ലാ പരീക്ഷ എഴുതാ നീ ഭാഗ്യം നൽകണേ അല്ലാ. പേടിയില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് പേര് ടെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും വിജയം നൽകണേ അല്ലാ. അല്ലാ, രക്തം ടെസ്റ്റ് ചെയ്യാൻ ഇന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ടല്ലാ. മാരകമായ രോഗത്തോട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിലെല്ലാ രോഗാണുക്കളെയും നീ കരിച്ചു കളയണേ അല്ലാ. ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദുആന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊണ്ട് അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. റമളാനിൽ നീ അനുവദിച്ചിട്ടുള്ള എല്ലാ നോമ്പുകളും നോറ്റുവീട്ടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. കൂടുതൽ നിസ്കാരങ്ങൾ നിർവഹിക്കാൻ രാത്രി നേരങ്ങളിൽ പാതിരാ രാത്രി അല്ലാ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുള്ള പാതിരാ രാത്രി അല്ലാ നിസ്കരിക്കാനും ഖുർആൻ ഓതാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലാ. അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹു റത്തലുൽ ഖുർആന തർത്തീല രാത്രി ഞങ്ങൾ അല്ലാഹു രാത്രികാലങ്ങൾ പാതിരാ രാത്രി എണീച്ച് നിസ്കരിച്ച് ഖുർആൻ ഓതാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അതില്ല അല്ലാ. അതിലൂടെ ഞങ്ങളെ നിന്നിലേക്ക് അടുപ്പിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിസ്കാരം ഖലാ ഇല്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലാ. എല്ലാവർക്കും ഫضل പറയാം നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കേറ്റ കണ്ണേറിനെയും ഞങ്ങൾക്കേറ്റ സിഹിറിനെയും പിരാക്കിനെയും ശാപവാക്കുകളെയും ശൈത്താനത്തിന്റെ ശിറേനെ ബാത്തിലാക്കിക്കൊണ്ട് അല്ലാ. അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോയി സ്വലാത്തും സലാമും പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സമ്പത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ആമീൻ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ
അർഹമർ റഹീമീൻ ബിബറകതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീൽ അംബിയാൽ മുർസലീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ ഞങ്ങളുള്ളത് മടിക്കേരിയാണ് അല്ലേ? മടിക്കേരി സൂഫി ഷഹീദ് എരുമാട് കർണാടകയിലെ മടിക്കേരിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് റമദാൻ്റെ മുന്നേ വന്ന് പോകണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ജുമാക്ക് അവിടെ ആയിരിക്കും. എന്നും ഉമ്മാൻ്റെ ഖബറിൽ പോകാറുണ്ട്, നാളെ പറ്റൂല. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഖൈർ നൽകട്ടെ, എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും പ്രയാസവും വിഷമവും അല്ലാഹു മാറ്റിത്തരേ, നമുക്കും ഫضല് പറയാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ വാങ്ങുന്ന എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.